കുറേ കാലമായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നെ കാണാൻ വന്നു. ഒരു പ്രശ്നവുമായിട്ടാണ് വന്നത്. ഇയാൾ ഈ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഹിപ്നോട്ടൈസ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. പക്ഷെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇയാളുടെ പ്രശ്നം. ഹിപ്നോസിസിൽ വിശ്വസിച്ച് വരുന്ന ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്താലേ അവർക്ക് തൃപ്തി വരുള്ളൂ. അതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപക്ഷെ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, ഒന്ന് ശ്രമിക്കുകയെങ്കിലും വേണം. എങ്കിലേ വരുന്നവർക്ക് തൃപ്തി കിട്ടുകയുള്ളൂ. പക്ഷെ ഇപ്പം എനിക്കതിന് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഹിപ്നോട്ടൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വവും അതനുസരിച്ച് മാറും. നമ്മൾ സ്ഥിരമായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ വ്യക്തിത്വം ഒരു മാജിക്കുകാരൻ്റെയോ ഗുസ്തിക്കാരൻ്റെയോ വ്യക്തിത്വമായിട്ട് മാറും. നേരെ മറിച്ച് നമ്മൾ കൗൺസിലിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലാണ് വ്യക്തികളുമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം അതനുസരിച്ച് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടാണ് മാറുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോവില്ല. അപ്പോൾ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്ഥിരമായിട്ട് ഞാൻ ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്കൊരു ഹിപ്നോട്ടിസ്റ്റ് മാത്രമേ ആകാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കൗൺസിലിംഗ് ആണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. എൻ്റെ പ്രൊഫഷണൽ ഇൻറ്ററാക്ഷനൊക്കെ വേറൊരു മൂഡിലേക്ക് പോകും. അപ്പോൾ ആളുകൾക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം കിട്ടുന്നത് ഈ കൗൺസിലിംഗ് മോഡാണ്. അതുകൊണ്ട് അത് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ വരുന്നവരുടെ പുറത്ത് അഭ്യാസം കാണിച്ച് ഒരു ഷോ കാണിച്ച് പൈസ വാങ്ങിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് ഇയാൾ പറഞ്ഞു. പിന്നെ ഈ ഹിപ്നോട്ടിസം ചെയ്യണം എന്ന് പറഞ്ഞ കൂടുതൽ ആൾ വരാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത്, ഈ അടുത്ത ഇടയ്ക്ക് ഇയാളുടെ നാട്ടിൽ ഒരു പയ്യൻ ഹിപ്നോട്ടിസ്റ്റ് എന്ന് ബോർഡ് വെച്ച് പ്രാക്ടീസ് തുടങ്ങി. ഈ പയ്യൻ SSLC ഫെയിൽ ആണെന്നാണ് ഇയാളുടെ വിചാരം. SSLC പോലും പാസ്സായിട്ടില്ല. അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടായി. അയാൾ ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി. അയാൾ ഈ ഹിപ്നോട്ടിസ്റ്റ് ഈ പയ്യനെ ഹിപ്നോട്ടൈസ് ചെയ്തു. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് ഇയാൾക്ക് തോന്നി. ഇയാൾ വീട്ടിൽ വന്ന് അടുത്തുള്ള ഒരു കുട്ടിയെ വിളിച്ചിരുത്തി ഹിപ്നോട്ടിസം പ്രയോഗിച്ചു. അപ്പോൾ ഹിപ്നോട്ടിസ്റ്റ് ഇയാളിൽ പ്രയോഗിച്ചതൊക്കെ ഇയാൾ കുട്ടിയിൽ പ്രയോഗിച്ചു. അപ്പോൾ കുട്ടി ഉറങ്ങി. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് ഇയാൾ ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതുക്കെ മറ്റേ ഹിപ്നോട്ടിസ്റ്റിനെ അനുകരിച്ച് ഇയാൾ ഒരു ഊഷാൻ താടി വെച്ചു. പിന്നെ ഒരു ഡിഗ്രി വേണമല്ലോ. ഇയാൾ ഏതോ ഒരു ഇന്ത്യക്ക് വെളിയിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കൊടുക്കും ഓൺലൈനായിട്ട് എന്നൊരു പരസ്യം കണ്ടു. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതായിരിക്കാം. ഇയാൾ ഓൺലൈനായിട്ട് 3000 രൂപ എടുത്ത് ഒരു ഡിഗ്രി വാങ്ങിച്ചു, PhD. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഹിപ്നോട്ടിസത്തിൽ PhD കിട്ടി. അപ്പം നമ്മൾ പറയുന്ന പോലെ എഴുതിത്തരും, 3000 രൂപ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇയാൾ ഫ്രെയിം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ, എനിക്ക് ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് PhD കിട്ടി എന്ന് പറഞ്ഞ് മന്ത്രിയെ വിളിച്ചു വരുത്തി ഹിപ്നോട്ടിക് ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനവും നടത്തി. ഒരുപാട് ആളുകൾ തടിച്ചുകൂടി, നാട്ടുകാരെ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു പയ്യന് PhD കിട്ടിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഓപ്പൺ
യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ തന്നെ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നും ഒക്കെ പറഞ്ഞ് PhD-കൾ വിൽക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, രൂപ അയച്ചു കൊടുത്താൽ മതി, ഡിഗ്രി പോസ്റ്റ് വരും. അപ്പോൾ ഇതിങ്ങനെ യഥാർത്ഥ ഡിഗ്രിയാണെന്ന് വിചാരിക്കുകയും അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വയ്ക്കുകയും മന്ത്രിയെ വിളിച്ച് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത് ഇയാളങ്ങ് പ്രാക്ടീസ് തുടങ്ങുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഹിപ്നോട്ടിസം എന്നും പറഞ്ഞ് അവിടെ പോവുകയാണ്. അപ്പോൾ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിക്ക് PhD ഇല്ല, അയാൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഡോക്ടർ എന്ന് പറയാൻ നിവർത്തിയില്ല. പക്ഷെ അയാൾ 8 വർഷം മനഃശാസ്ത്രം പഠിച്ച ആളാണ്. അപ്പോൾ അയാളെ കാണാൻ വരുന്നവർ പോലും തനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവില്ലേ, തനിക്ക് ഹിപ്നോട്ടിസം അറിഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത്. അയാൾ പറയുന്നത് ഈ ഓൺലൈനായിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ 3000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഡിഗ്രിക്ക് അത് അച്ചടിച്ചിരിക്കുന്ന പേപ്പറിൻ്റെ യഥാർത്ഥ വില പോലും ഇല്ല എന്നെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും മറ്റേ പയ്യനില്ല. പക്ഷെ ആളുകളെല്ലാം അയാളുടെ അടുത്ത് പോവുകയാണ്. പിന്നെ എൻ്റെ അടുത്ത് വരുന്നവരും ഇയാൾ കാരണമാണ് ഹിപ്നോട്ടിസം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ വേറൊരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു ചിന്താ പദ്ധതിയാണ് ഈ ഭൗതികവാദം. അതിന് വേറെ പല പേരുകളിലുമാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ചിന്ത, യുക്തി ചിന്ത എന്നൊക്കെയുള്ള പല പേരുകളിലും ആണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവരെല്ലാം പറയുന്നത് ഫിലോസഫിയിൽ ഭൗതികവാദം എന്ന് പറയുന്ന സംഗതിയാണ്. ദൈവമില്ല, പിശാചില്ല, ആത്മാവില്ല, പാരാനോർമലില്ല, പാരാസൈക്കോളജി കപടശാസ്ത്രമാണ്, ഈ കാണുന്നത് മാത്രമാണ് സത്യം, പുനർജന്മമില്ല, മരണാനന്തര ജീവിതമില്ല, ഇതൊക്കെയാണ് ഇവരെല്ലാം പറയുന്നത്. ഇവരും ഹിപ്നോട്ടിസം ഉപയോഗിക്കുന്നു. ഏതോ ഒരു പഴയ ഭൗതികവാദി ഹിപ്നോട്ടിസം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ള പേരിൽ ഇവരെയെല്ലാം ഹിപ്നോട്ടിസ്റ്റുകളായിട്ട് നടക്കുകയാണ്. അതേസമയം തന്നെ ഈ കടുത്ത ആത്മീയവാദികളും ഹിപ്നോട്ടിസം തന്നെയാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ അവർ ഹിപ്നോട്ടിസം പ്രയോഗിക്കുന്നത് ബാധയുണ്ട്, ആത്മാവുണ്ട്, പുനർജന്മമുണ്ട്. ഇപ്പോൾ പുനർജന്മം അറിയാൻ ഹിപ്നോട്ടിസം ഉപയോഗിക്കാം. ബ്രെയിൻ വൈസ് ഹിപ്നോട്ടിസം ഉപയോഗിച്ചാണ് പൂർവ്വജന്മം ഓർത്തെടുക്കാൻ ആളുകളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഹിപ്നോട്ടിസം ഈ പാരാസൈക്കോളജിയുടെ ഒരു പ്രധാന ടൂളാണ്, ഉപകരണമാണ് എന്നൊക്കെയാണ് ആത്മീയവാദികൾ പറയുന്നത്. ചുരുക്കത്തിൽ ഹിപ്നോട്ടിസം ഉപയോഗിക്കുന്നത് ആത്മീയവാദികളും ഭൗതികവാദികളും എല്ലാ വാദികളും ചേർന്നാണ്. അപ്പോൾ ഹിപ്നോട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു ഊശാൻ താടി വയ്ക്കുക, പിന്നെ പൈസ കൊടുത്ത് PhD കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സമീപിക്കുക, പിന്നെ ഒരു മന്ത്രിയെ വിളിച്ച് ഉദ്ഘാടനം നടത്തുക, പിന്നെ അങ്ങ് പ്രാക്ടീസ് തുടങ്ങും. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഈ വാസ്തവത്തിൽ ഹിപ്നോട്ടിസം എന്നുള്ള പേര് ദുരുപയോഗപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മെഡിസിനിൽ കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്ക് കുത്തിവയ്ക്കാൻ അറിയാം, അതുകൊണ്ട് കുത്തിവയ്പ്പ് ചികിത്സ എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു ആശുപത്രി തുടങ്ങാൻ പറ്റില്ല. കാരണം കുത്തിവയ്പ്പ് എപ്പോൾ ആവശ്യമുണ്ട്, ആർക്കാവശ്യമുണ്ട്, എന്താണ് കുത്തിവയ്ക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണം. എല്ലാ പ്രശ്നത്തിനും കുത്തിവയ്പ്പ് പരിഹാരമല്ല. അതുപോലെയാണ് ഹിപ്നോസിസ്. ഹിപ്നോസിസ് മനഃശാസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ വളരെ അപൂർവം സിറ്റുവേഷനിൽ മാത്രമേ ഹിപ്നോസിസ് പ്രയോഗിക്കേണ്ട ആവശ്യമുള്ളൂ.
കാരണം ഹിസ്റ്റീരിക്കൽ കൺവേർഷൻ സിംറ്റംസ് എന്ന് ഉള്ളത് താൽക്കാലികമായിട്ട് മാറ്റാൻ അത് ഉപയോഗിക്കാം. പക്ഷെ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തീരെ നിവൃത്തിയില്ല, അത്യാവശ്യം എന്നുള്ള സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ മനഃശാസ്ത്രജ്ഞന്മാർ ഹിപ്നോസിസ് ഉപയോഗിക്കാറുള്ളൂ. പല പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഹിപ്നോസിസ് ഉപയോഗിക്കാറില്ല. എന്തെന്നെയല്ല ആധുനിക മനഃശാസ്ത്ര കോഴ്സുകളിൽ ഹിപ്നോട്ടിസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറില്ല, അത് പഠിപ്പിക്കാറില്ല. അത്രയ്ക്ക് അപ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര ചികിത്സാ രീതിയാണ് ഹിപ്നോസിസ്. പക്ഷെ ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങി ആളുകൾ പോപ്പുലാരിറ്റി കൊടുക്കുകയാണ്. പിന്നെ ചില മനഃശാസ്ത്രജ്ഞന്മാരും ഹിപ്നോസിസ് എന്ന് കൂടെ പറയാറുണ്ട്. ഇത് ഹിപ്നോസിസ് അന്വേഷിച്ച് വരുന്ന ആളുകളെ പിടിക്കാൻ മാത്രമാണ് അവർ ചെയ്യുന്നത്. ഹിപ്നോസിസ് എന്ന് പറയുന്നത് വെറുതെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഗിമ്മിക്കാണ്. യഥാർത്ഥത്തിൽ അവർ ഹിപ്നോസിസ് ചെയ്യാറില്ല, അവർ ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ്. അങ്ങനെ ചിലരുണ്ട്. പിന്നെ ബ്രയൻ വൈസ് ഗ്രൂപ്പ് ഹിപ്നോസിസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഗ്രൂപ്പ് റിലാക്സേഷനാണ്. ഹിപ്നോസിസ് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. ബ്രയൻ വൈസിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാം. അദ്ദേഹം ആളുകളോട് റിലാക്സ് ചെയ്യാൻ പറയുന്നു, പിന്നെ കുറേ വിഷ്വലൈസേഷൻസ് പറയുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ ഹിപ്നോസിസ് അല്ല. യഥാർത്ഥത്തിൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരാളുടെ നെറ്റിയിൽ എന്തെങ്കിലും പിടിച്ചിട്ട് അതിൽ നോക്കാൻ പറയുന്നു, ഇങ്ങനെ ഐ സ്ട്രെയിൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഉറക്കം സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ഉറങ്ങുന്നോ എന്ന് നോക്കുന്നു. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ സജഷൻസൊക്കെ കൊടുക്കുന്നത്. അപ്പം ഈ ബ്രയൻ വൈസൊക്കെ ചെയ്യുന്നത് ഹിപ്നോസിസ് എന്നുള്ള ഒരു പേര്, ഒരു ടൈറ്റില് അദ്ദേഹം വാസ്തവത്തിൽ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും ഹിപ്നോസിസ് എന്നുള്ള പേര് ഉപയോഗിക്കാറില്ല. അവർ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ഡീപ്പ് റിലാക്സേഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഹിപ്നോസിസ് എന്നുള്ള പേര് പലരും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ഹിപ്നോസിസും പാരാനോർമലും തമ്മിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ സ്ലീപ്പും പാരാനോർമലും തമ്മിൽ ബന്ധമുണ്ട്. അതിന് ഒരുപാട് തെളിവുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹിപ്നോസിസ് ഉറക്കം തന്നെയല്ലേ? ഹിപ്നോസിസും സ്ലീപ്പുമായിട്ട് ബന്ധം കാണണ്ടേ? ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പാരാസൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പല പ്രാവശ്യം പല കാലഘട്ടങ്ങളിൽ ഹിപ്നോസിസിനെ പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിപ്നോസിസും പാരാനോർമലും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവരുടെ കണ്ടുപിടുത്തം ഈ ഹിപ്നോസിസ് ഒരു കൺഡ്യൂസീവ് സ്റ്റേറ്റ് അല്ല എന്നുള്ളതാണ്. അതായത് ഹിപ്നോസിസിൽ പ്രവർത്തിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് അവരുടെ കണ്ടുപിടുത്തം. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഹിപ്നോസിസിൽ ഉറക്കം വളരെ സൂപ്പർഫിഷ്യലാണ്, ശരിക്കൊരു മയക്കം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹിപ്നോസിസ് പാരാസൈക്കോളജി ഗവേഷണത്തിന് പ്രയോജനപ്പെടുത്താത്തത്. ഈ പാരാനോർമൽ കാര്യങ്ങളോടുള്ള ബ്ലോക്ക് മാറ്റാൻ ചിലപ്പോൾ ഹിപ്നോസിസ് പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ ഇൻഡക്ഷന് ഹിപ്നോസിസ് പ്രയോജനപ്പെടുകയില്ല എന്നാണ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പാരാസൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം. സ്വപ്നങ്ങളും മറ്റ്
ഉറക്കത്തിൻ്റെ ഘട്ടങ്ങളും പാരാനോർമൽ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നു. പക്ഷേ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് ട്രാൻസ് അല്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ചുരുക്കത്തിൽ ഈ ആത്മീയവാദികളും ഭൗതികവാദികളും ഹിപ്നോസിസ് എന്നുള്ള ഒരു സങ്കേതത്തെ തെറ്റായിട്ട് ഉപയോഗിക്കുകയാണ്. ഹിപ്നോസിസും ഭൗതികവാദവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഹിപ്നോസിസും ആത്മീയ കാര്യങ്ങളുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. ഹിപ്നോസിസ് വളരെ അപൂർവമായ ചില കേസുകളിൽ ചില സിംറ്റംസ് താൽക്കാലികമായിട്ട് മാറ്റാൻ മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലഘു പരിപാടി മാത്രമാണ് ഹിപ്നോസിസ്.